ലോകത്തെ അത്യാഡംബര ഹോട്ടലുകളിൽ ഒന്നായ ദുബായിലെ ബുർജ് അൽ അറബ് താൽക്കാലികമായി അടച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1.5 വർഷത്തേക്കാണ് ഹോട്ടൽ അടച്ചത്. 27 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ബുർജ് അൽ അറബ് ദീർഘകാലത്തേക്ക് അടയ്ക്കുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അത്യാഡംബര ഹോട്ടൽ എന്ന് പലപ്പോഴും നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷേ ദുബായിലെ ബുർജ് അൽ അറബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് അത്യാഡംബരത്തിന്റെ അന്തിമ വാക്കെന്ന് വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് അത്യാഡംബരമായിട്ടുള്ള ഹോട്ടൽ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ 7 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടൽ, അതാണ് ഇപ്പോൾ 1.5 വർഷത്തേക്ക് അടച്ചിടുന്നത്. പേർഷ്യൻ ഗൾഫിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അറേബ്യൻ പായ് കപ്പലിന്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഹോട്ടൽ 1999 ഡിസംബർ 1 ഉദ്ഘാടനം ചെയ്യുന്നത്. നിർമ്മാണ ചെലവ് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ 27 വർഷങ്ങൾക്ക് മുൻപ് 100 കോടി അമേരിക്കൻ ഡോളറായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 53 നിലകളുണ്ട്. ഏതാണ്ട് 9ഓളം റെസ്റ്റോറൻറ്റുകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആർക്കിടെക്ചർ, അതോടൊപ്പം ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ ഹോട്ടലാണ് ഇപ്പോൾ അടച്ചിട്ടത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്ന് ജുമൈറ ഗ്രൂപ്പ്, ഉടമസ്ഥരായിട്ടുള്ള ജുമൈറ ഗ്രൂപ്പ് അറിയിക്കുന്നുണ്ട്. 1.5 വർഷമാണ് ഈ ഹോട്ടൽ അടച്ചിടുക. ഈ 27 വർഷത്തിനിടയിൽ ഇത്രയും നീണ്ടൊരു കാലം ഈ ബുർജ് അൽ അറബ് അടച്ചിട്ടിട്ടില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ അടച്ചിട്ടില്ല. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർക്കിടെക്റ്റിനാണ് ഇതിൻ്റെ നവീകരണത്തിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. ഏതായാലും 1.5 വർഷത്തിന് ശേഷം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ സൗകര്യങ്ങളും ആഡംബര കാഴ്ചകളുമൊക്കെയായി ഈ ബുർജ് അൽ അറബ് വീണ്ടും സന്ദർശകരെ സ്വീകരിക്കും.